രേഷൻ ഡോക്സിന് അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ഓരോ ആൾക്കാർ ഓരോ സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് കോടികൾ ചെലവഴിച്ച് അതിൻ്റെ ഒരു പരസ്യവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തും. അതൊരു മാർക്കറ്റിംഗ് തന്ത്രം. ഒരുപാട് കോടികൾ ചെലവഴിക്കാറുണ്ട്. ചില ആളുകൾക്ക് അത്തരത്തിലുള്ള കോടികൾ ചെലവഴിക്കുന്നതിൻ്റെ പുറത്ത് ആ സിനിമ തന്നെ ഒരു നഷ്ടമായി മാറാറുണ്ട്. പക്ഷേ ചില ആൾക്കാർ ഒരു സിനിമയുടെ റിലീസിന് മുമ്പ് ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാദം അങ്ങ് സൃഷ്ടിക്കും. അത്തരത്തിലുള്ളൊരു വിവാദം സൃഷ്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിട്ടും അറിയാത്ത ആളുകളിലേക്ക് പോലും എത്തും ആ സിനിമയുടെ പേര്, അതിനകത്ത് അഭിനയിക്കുന്ന അഭിനേതാക്കളുടെ പേര്, ഇതിൻ്റെ ബഡ്ജറ്റ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ കണക്ക് ഏതൊക്കെ രാജ്യത്താണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഈ സിനിമയുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ള രീതിയിലേക്ക് അറിയാത്ത ആളുകളിലേക്ക് പോലും ചർച്ചയിലൂടെ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കണക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് എത്തും. അത്തരത്തിലുള്ള ഒരു പരസ്യത്തിൻ്റെ ഭാഗമായിട്ടാണ് സിനിമാ രംഗത്ത് ഇപ്പം ചൂടുപിടിച്ചിരിക്കുന്ന ചില വിവാദങ്ങളെന്ന് ഞാൻ മുമ്പെൻ്റെ ഒരു വീഡിയോയ്ക്കകത്ത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ സുരേഷ് കുമാറും അല്ലെങ്കിൽ ആശീർവാദും തമ്മിൽ നടക്കുന്നത്, അല്ലെങ്കിൽ സുരേഷ് കുമാറും ആൻ്റണി പെരുമ്പാവൂരും രണ്ടറ്റത്ത് നിന്നുകൊണ്ടെന്നുള്ള രീതിയിലൊക്കെ നമുക്ക് തോന്നിക്കുന്ന തരത്തിൽ. അപ്പം ആശീർവാദിനെ, പ്രത്യേകിച്ച് ആൻ്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം, അദ്ദേഹം ലാലേട്ടനോട് കൂടുന്നതിന് മുമ്പ് ഒരു വലിയ ബിസിനസ്സുകാരനായിരുന്നോ എന്ന് ചോദിച്ചാൽ നമുക്കറിയില്ല. കാര്യം അദ്ദേഹത്തിന് അത്ര വലിയ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളതായിട്ടോ ഒന്നും നമുക്കറിയില്ല. പക്ഷേ ലാലേട്ടനോട് കൂടിയതിന് ശേഷം അദ്ദേഹം ലാലേട്ടൻ്റെ ബിസിനസ്സിൻ്റെ ഒക്കെ ചുക്കാൻ പിടിക്കുകയും അതിനകത്ത് സിനിമ ഒഴിച്ചുള്ള മറ്റ് ബിസിനസ്സുകളിനകത്തൊക്കെ എവിടെ പണം മുടക്കിയോ അതിനകത്തൊക്കെ ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ലാലേട്ടനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പം അച്ചാറ്, പപ്പടം എന്ന് പറയുന്ന ബിസിനസ്സുകളിലൊക്കെ. പക്ഷേ സിനിമാ വ്യവസായം ആൻ്റണി പെരുമ്പാവൂർ ലാലേട്ടൻ്റെ കൂടെ ചേർന്ന് നിന്ന് ഒരുപക്ഷെ മമ്മൂക്കയെക്കാട്ടിലും ലാലേട്ടനെക്കാട്ടിലും ഒക്കെ നന്നായിട്ട് ആൻ്റണി പെരുമ്പാവൂർ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന എമ്പുരാൻ വിവാദം, അല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞ കണക്ക് ഈ ഒരു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് സുരേഷ് കുമാറും അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂരും തമ്മിൽ നടക്കുന്ന ചില വിവാദങ്ങളും ചില പ്രശ്നങ്ങളും എന്നൊക്കെ എന്നെപ്പോലെ മറ്റു ചിലർക്കും സംശയം തോന്നുന്നതിൽ ഒട്ടും അത്ഭുതപ്പെടാനില്ല. ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ ഈ ആശീർവാദിൻ്റെ സിനിമയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. അതായത് ആൻ്റണി പെരുമ്പാവൂരിൻ്റെ ഏറ്റവും വലിയൊരു മാർക്കറ്റിംഗ് തന്ത്രം എന്ന് പറയുന്നത്, അതായത് സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ആൻ്റണി പെരുമ്പാവൂർ പറയുന്നത് ആ സിനിമയ്ക്ക്, ഇപ്പം മരക്കാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് 100 കോടിയാണ് അതിൻ്റെ മുതൽ മുടക്ക്. ഇപ്പം എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് അറിഞ്ഞോ അറിയാതെയോ നമ്മൾ മുമ്പേ പറഞ്ഞ കണക്ക് ഒരു മാർക്കറ്റിംഗ് തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണെങ്കിൽ 141 കോടി. അത് ഒരു പക്ഷേ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു ആൻ്റണിക്ക് ഒരബദ്ധം പറ്റിപ്പോയതാണ്. കാര്യം അവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഒരു ഗൂഗിളിലാണെങ്കിൽ പോലും എമ്പുരാൻ്റെ ഒരു നിർമ്മാണ ചിലവായിട്ട് 400 കോടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ആൻ്റണി പെരുമ്പാവൂർ ഒരു പക്ഷേ സുരേഷ് കുമാറിനോട് പറഞ്ഞപ്പം സുരേഷ് കുമാർ ഒരു തുക പറയാൻ പാടില്ലായിരുന്നു, നേരെ മറിച്ച് ഒരു വിവാദം ഉണ്ടാക്കുന്നത് ഒരു തുക വിളിച്ച് പറയുന്നത് തമ്മിലുള്ളൊരു വ്യത്യാസമുണ്ട്. ആൻ്റണി പെരുമ്പാവൂർ ഒരു പക്ഷേ ഉദ്ദേശിച്ചിട്ടുള്ളത് ഈ എമ്പുരാൻ്റെ നിർമ്മാണ ചെലവെന്ന് പറഞ്ഞത് ഒരു 300 കോടിയോ ഒരു 400 കോടിയോ ഒക്കെ ആയിട്ട് പെരുപ്പിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെയുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എമ്പുരാൻ പോലുള്ള ഒരു സിനിമ OTT റൈറ്റ് സിനിമയ്ക്ക് റിലീസിന് മുമ്പ് വിറ്റുപോകാൻ സാധ്യതയുള്ളതുമാണ്. അങ്ങനെയാണെങ്കിൽ 400 കോടി മുതൽ മുടക്കിൽ വന്നതെന്ന് പറയുന്ന ഒരു സിനിമ ഏത് OTT പ്ലാറ്റ്ഫോം അതെടുത്താലും ശരി, ആൻ്റണി പെരുമ്പാവൂരിന് ശരിക്കും ആ സിനിമയ്ക്കായിട്ടുള്ള നിർമ്മാണ ചെലവിനെക്കാട്ടിലും കൂടുതൽ കൊടുത്തിട്ട് തന്നെയായിരിക്കും അത്തരത്തിലുള്ള ഒരു സിനിമ അവർ അവകാശം സ്വന്തമാക്കുക. ഇപ്പം ആൻ്റണി പെരുമ്പാവൂർ നേരത്തെ നമ്മൾ പറഞ്ഞ കണക്ക് മാധ്യമങ്ങളിലൂടെ അല്ലെങ്കിൽ ആൻ്റണി പെരുമ്പാവൂർ പറയാം 400 കോടിയാണ് ഇതിൻ്റെ ബഡ്ജറ്റ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പോൾ ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോം എടുക്കാൻ വരുന്ന സമയത്ത് അവർക്ക് ഒരു 200, 250, 300 കോടിയെങ്കിലും പറയാതിരിക്കാൻ പറ്റില്ല. ഒന്നാമത് ലാലേട്ടനും പൃഥ്വിരാജും അല്ലെങ്കിൽ ടോവിനോ തോമസും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മൾട്ടി സ്റ്റാർ സിനിമ. 2 എന്ന് പറയുന്നത് ഏതാണ്ട് 400 കോടിക്കടുപ്പിച്ച് വരുന്ന, ഒരു പക്ഷേ ഈ പറഞ്ഞ കണക്ക് ഒരു 1000 കോടി വരെ തിരിച്ചു പിടിക്കാൻ സാധിക്കുമെന്ന് ഇതിൻ്റെ നിർമ്മാതാക്കളുടെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സിനിമ ലോകത്ത് ജീവിക്കുന്ന ചില ആൾക്കാരുടെ വിശ്വാസം നിലനിൽക്കുന്നിടത്തോളം സാഹചര്യത്തിൽ അപ്പം ഒരു OTT പ്ലാറ്റ്ഫോം അങ്ങനെ വിചാരിക്കുന്നതിൽ തെറ്റില്ല. അപ്പം അങ്ങനെയാണെങ്കിൽ ഒരു 400 കോടി മുടക്കിയ പടത്തിന് ഒരു 250 കോടി അല്ലെങ്കിൽ 300 കോടി കൊടുത്ത് അതിൻ്റെ അവകാശം സ്വന്തമാക്കുക. സത്യത്തിൽ ചിലപ്പം ആൻ്റണി പെരുമ്പാവൂരിനാവുന്ന തുകയെന്ന് പറഞ്ഞാൽ ഈ 141 കോടി എന്ന് പറയുന്ന തുകയോടൊപ്പം ലാലേട്ടൻ്റെ തുക അവിടെ കൂട്ടിയില്ലെങ്കിലും പൃഥ്വിരാജിന് കൊടുക്കുന്ന ഒരു 5-6 കോടിയും കൂടെ വേട്ട ഒരു 9 കോടിയും കൂടെ കൊടുത്താൽ 150. ബാക്കി ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകളെല്ലാം കൂടെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് കൂടിയ ഒരു 180 കോടിയോ അല്ലെങ്കിൽ ഒരു 200 കോടി താഴെയായിരിക്കും. അപ്പോൾ ഒരു OTT പ്ലാറ്റ്ഫോം അതിന് പറയുന്ന തുക ഒരു 200 കോടി പറഞ്ഞാലും 250 കോടി പറഞ്ഞാലും അതിൻ്റെ നിർമ്മാണ ചെലവാകുന്ന തുക ആൻ്റണി പെരുമ്പാവൂരിന് അതിൻ്റെ OTT റൈറ്റിൽ കൂടെ തന്നെ കിട്ടും. പിന്നീട് തിയേറ്ററിൽ ഓടുന്നത് അവരുടെ പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും ഒന്നായതുകൊണ്ട്, ലൈക്കയും കൂടെ ഉണ്ടെന്നുള്ളത് ശരിയാണ് പ്രൊഡക്ഷൻ ടീമിനകത്ത്, എന്നാലും പ്രൊഡക്ഷനും ഡിസ്ട്രിബ്യൂഷനും കൂടെ ആശീർവാദ് ഉണ്ടായതുകൊണ്ട് പിന്നെ അവർക്ക് കിട്ടുന്നതെല്ലാം പ്ലസ് ആണ്, അതായത് കിട്ടുന്നതെല്ലാം അധികമാണ്.
അതൊരു വലിയ രീതിയിലുള്ള ഒരു പ്രോഫിറ്റിലേക്ക് പോകും. അപ്പം പിന്നീട് ഈ ആശീർവാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഇനി അഥവാ ഈ 400 കോടി മുടക്കിയ പടം 400 കോടി 150 കോടി മുടക്കിയ പടം 400 കോടി ആയിട്ടുണ്ടെന്നും പറഞ്ഞിട്ട് OTT റൈറ്റ് വിറ്റതിന് ശേഷം ഈ സിനിമ തിയേറ്ററിൽ കൊണ്ടുവന്ന് ഇറക്കുക എന്ന് വിചാരിക്കുക. ഞാനിപ്പോൾ ഒരു എമ്പുരാൻ്റെ മാത്രം കാര്യമല്ല പറയുന്നത്, ആശീർവാദിൻ്റെ ഒരു തന്ത്രമാണ്. എന്തെങ്കിലും കാരണവശത്താൽ ആശീർവാദിൻ്റെ ഏതെങ്കിലും ഒരു സിനിമ പരാജയപ്പെടുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ നിർമ്മാണ ചെലവ് ഒരു ഒറ്റയടിക്ക് ഇനി കുറയ്ക്കും. അവർ ചോദിക്കും, ആരാണ് 400 കോടി പറഞ്ഞത്, ആരാണ് 300 കോടി പറഞ്ഞത്, ആരാണ് 150 കോടി പറഞ്ഞത്, അതിന് 75 കോടി ആയിട്ടുള്ള, അല്ലെങ്കിൽ 50 കോടി ആയിട്ടുള്ളത്, അല്ലെങ്കിൽ 60 കോടി ആയിട്ടുള്ളത്. അപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയല്ലേ? അവരെവിടെങ്കിലും ഔദ്യോഗികമായിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അതൊക്കെ ഈ പറഞ്ഞ കണക്ക് ഒരു റൂമർ പോലെ അങ്ങ് സ്പ്രെഡ് ചെയ്യുന്നതാണ് ഈ നിർമ്മാണ ചെലവായിട്ടുണ്ടെന്ന് പറഞ്ഞ കാര്യം. അത്ര സമർത്ഥമായിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ അറിയാവുന്ന ആൾക്കാരാണ് ആന്റണി പെരുമ്പാവൂരിനെ പോലുള്ള ആശീർവാദിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ. അപ്പം ഇപ്പം ഈ നമ്മൾ പറഞ്ഞ കണക്ക് ഇപ്പം ഈ ഒരു വിവാദം കൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയുടെ ഒരു പേര് കൂടുതൽ ആളുകളിലേക്ക് എത്തിയെങ്കിലും ആന്റണി പെരുമ്പാവൂരിന് ഈ 141 കോടി പറഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഈ പറഞ്ഞ കണക്ക് ഒരു 150 അല്ലെങ്കിൽ 160 കോടി എന്ന് പറയുമ്പം ഒരു OTT പ്ലാറ്റ്ഫോം എടുക്കാൻ വരുമ്പോൾ ആന്റണി പെരുമ്പാവൂർ മുമ്പ് ഉദ്ദേശിച്ച കണക്ക് ഒരു 250-300 കോടി അവർ കൊടുക്കാൻ തയ്യാറാവത്തില്ല. പകരം 150 കോടി 170 കോടി ആയി എന്ന് പറയുന്ന സിനിമയ്ക്ക് അവർ ചിലപ്പോൾ ഒരു 100 കോടിയായിരിക്കും ഈ സിനിമയുടെ റിലീസിന് മുമ്പ് OTT റൈറ്റ് സ്വന്തമാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരുന്നെങ്കിൽ അവർ പറയുന്നത്. അപ്പോൾ ആന്റണി പെരുമ്പാവൂരിനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവിടെ ഒരു 50-70 കോടി പിന്നെ അവിടെ കിടക്കുകയാണ് എൻ്റെ നിർമ്മാണ ചെലവെന്ന് പറയുന്നത്. കാര്യം എന്തായാലും ആവുന്ന നിർമ്മാണ ചെലവ് മുഴുവൻ കൊടുത്തെടുക്കാൻ ഒരു OTT പ്ലാറ്റ്ഫോമോ ആർക്കും തയ്യാറാവത്തില്ല. അപ്പോൾ അത്രയും കൂട്ടി പറഞ്ഞാൽ മാത്രമേ അതിനടുത്ത് നിൽക്കുന്ന ഒരു എമൗണ്ട് എങ്കിലും പറഞ്ഞെടുക്കാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇപ്പം 170 കോടി ആവുന്നിടത്ത് 100 കോടിക്ക് ഇനി നെറ്റ്ഫ്ലിക്സോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സൈറ്റ് ഏതെങ്കിലും ഒരു OTT പ്ലാറ്റ്ഫോം അത് സ്വന്തമാക്കിയെന്ന് തന്നെ ഇരിക്കട്ടെ. അപ്പോഴും ഞാൻ പറഞ്ഞ കണക്ക് ഒരു 50-70 കോടി ആന്റണി പെരുമ്പാവൂരിന് ബാക്കി കിടക്കുന്നത് തിയേറ്ററിൽ നിന്ന് ഓടിയെടുക്കേണ്ടെന്ന് ആവശ്യം വരും. തിയേറ്ററിൽ നിന്ന് ഓടിയെടുക്കത്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, പൊതുവേ ഉള്ള ആശീർവാദിൻ്റെ ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ഈ തന്ത്രങ്ങൾക്ക് ശരിക്കും നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഉള്ള ഒരു തന്ത്രമാണ് ആശീർവാദ് ഇറക്കിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ ആന്റണി പെരുമ്പാവൂരിനെ നമുക്ക് അഭിനന്ദിച്ചേ പറ്റത്തുള്ളൂ. കാര്യം അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് തന്ത്രം മറ്റാരും പ്രയോഗിക്കാൻ തയ്യാറാകാത്ത ഒരു മാർക്കറ്റിംഗ് തന്ത്രം തന്നെയാണിത്. താങ്ക് യു.